ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഴാം ആഴ്ചത്തെ വാശിയേറിയ വോട്ടിംഗ് ഇതൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അവസാന നിമിഷം അവസാന ദിവസം വോട്ടിംഗ് ഒക്കെ പരിശോധിക്കുക. ആരൊക്കെ വൻ തകർച്ച നേരിട്ട് നാളെ ബിഗ് ബോസ് ഹൗസ് വിട്ട് പോകുന്നു, അല്ലെങ്കിൽ ആരൊക്കെയാണ് വോട്ടിംഗ് വമ്പൻ കുതിപ്പുകളായിട്ട് ബിഗ് ബോസിൽ തുടരുന്നതെന്നൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 9 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് നമ്മൾ കണ്ടാണ്. എന്തൊക്കെയാണ് കണ്ണു തള്ളി പോകുന്ന ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിങ്ങിലോട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് തന്നെ ഷാനവാസിന്റെ വോട്ട് കുതിച്ചുയർന്നൊരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. 1,14,405 വോട്ടുമായിട്ട് ഷാനവാസ് വമ്പൻ അട്ടിമറി മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഇന്നലെ മുന്നേറിയ മറ്റൊരു കണ്ടസ്റ്റന്റായിട്ട് നമ്മുടെ ലക്ഷ്മി മാറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കി രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട്. 89,352 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്നത് നമ്മുടെ നൂറയാണ്. നൂറയ്ക്ക് നേരിയ വോട്ടിംഗ് തകർച്ചകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ ടാസ്ക് വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കാത്തതായിരിക്കും നൂറയ്ക്ക് തിരിച്ചടിയായിട്ട് മാറിയത്. 80,178 വോട്ടുമായിട്ട് നൂറ സേഫ് സോണിൽ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് വമ്പൻ അട്ടിമറി മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റായിട്ട് സൗമോ മാറുകയാണ്. സൗമോന്റെ വോട്ടും ഇന്നലത്തെ ഒറ്റ എപ്പിസോഡിന് ശേഷം കുതിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫേവറിസം ധാരാളം കാണിക്കരുതെന്ന് പറഞ്ഞെങ്കിലും പലരെയും തകർക്കാൻ വേണ്ടിയുള്ള വോട്ടിംഗ് മുന്നേറ്റമായിരിക്കും സൗമോന്റെ മുന്നേറിയത്. 73,420 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നിലവിൽ നമുക്ക് 5ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ആതിരേനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒറ്റ എപ്പിസോഡിന് ശേഷം വോട്ടിംഗ് ഡൗൺ ആയി പോയൊരു കണ്ടസ്റ്റന്റായിട്ട് ആതിര മാറിയിരിക്കുകയാണ്. ആതിരയുടെ വോട്ട് നേരെ താഴത്തോട്ട് പോയിരിക്കുകയാണ്. 70,847 വോട്ട് മാത്രമാണ് ആതിര സ്വന്തമാക്കി. ഇന്നലത്തെ വോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2,000-3,000 വോട്ടുകൾ മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ. നിലവിൽ നമുക്ക് 6ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ഡോക്ടർ ബിന്നിനെയാണ്. ബിന്നിയുടെ വോട്ടും സേഫ് സോണിൽ തന്നെയാണ് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. 60,781 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ 7ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ആരിനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആരിന് വോട്ടിംഗ് തകർച്ചകൾ തന്നെയാണ്. 56,109 വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയാണ് ആര്യം നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു മണിക്കൂർ ആരിന് വോട്ടിംഗ് തകർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ വോട്ടിംഗ് കുതിപ്പുണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയാം. നിലവിൽ ഡേഞ്ചർ സോണായിട്ടുള്ള 8ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂർ നെവിനെയാണ്. ഇന്ന് വോട്ടിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് മികച്ച ഗെയിം നെവിൻ കാഴ്ചവെച്ചിട്ട് ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും. 52,235 വോട്ടുകൾ സ്വന്തമാക്കി നെവിൻ ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള 9ാം സ്ഥാനത്ത് റെന ഫാത്തിമയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ ഹോട്ടൽ ടാസ്ക് ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടും റെന മാറിയത് തന്നെയാണ് വോട്ടിംഗ് തിരിച്ചടിയായിട്ട് മാറിയത്. 49,312 വോട്ടിംഗ് മാത്രം സ്വന്തമാക്കി റെന നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഡെഫ്യുവായിരിക്കും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് ഇത് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുക. എങ്കിൽ പോലും ഡെഫ്യൂ ആകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ റെന അതോടൊപ്പം ആര്യൻ നെവിൻ തുടങ്ങിയവർ തന്നെയാണ് ഡേഞ്ചർ സോണിൽ തുടരുന്നത്. മികച്ച കണ്ടന്റുകൾ ഇവർക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മണിക്കൂർ ഇവർ ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു കൊണ്ടുവരും. കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വലിയ വോട്ടിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഈ ആഴ്ചത്തെ മികച്ച ഗെയിമർ ആരാണോ അവർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ്സുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാധന കൂടി കമന്റ് ബോക്സിൽ ഇപ്പോൾ നോക്കുക.